ചിലപ്പോഴൊക്കെ സൊല്യൂഷൻസ് ബിക്കംസ് ദ പ്രോബ്ലം അല്ലെ. അതായത് പല പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം അത് പിന്നെ മറ്റൊരു പ്രശ്നമായിട്ട് പരിണമിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. മോക്ക് ടെസ്റ്റുകൾ അത്തരത്തിലുള്ള സിനാരിയോ ആണ്. നമുക്കറിയാം, നിങ്ങളൊരു വെറും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരല്ല നിങ്ങളാരും. സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ഐഡന്റിറ്റി സൃഷ്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ PSC UPSC എക്സാംസ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ടെസ്റ്റ് അല്ല, അതൊരു ഇടനാഴിയാണെന്ന് പറയാം. നമ്മൾ സ്വപ്നം കണ്ട ഒരു ജീവിതത്തിലേക്ക്, സ്റ്റെബിലിറ്റി ഉള്ള ഒരു ലൈഫിലേക്ക്, അല്ലെങ്കിൽ ജനസേവനത്തിന്റെ ഒരു ഒരു പാതയിലേക്കുള്ള അല്ലെങ്കിൽ വലിയ അവസരങ്ങളിലേക്കുള്ള ഇടനാഴിയാണ് PSC UPSC എക്സാംസ്. പക്ഷെ ആ യാത്രയിൽ നമ്മൾ പല രീതിയിലുമുള്ള ചലഞ്ചസ് ഫേസ് ചെയ്യും. ആ പല ചലഞ്ചിനുമുള്ള ഒരു എന്താ പറയാ ഒറ്റമൂലി സൊല്യൂഷനാണ് മോക്ക് ടെസ്റ്റ് എഴുതുക എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ഇത് തന്നെ മറ്റൊരു പ്രശ്നമായി പരിണമിക്കുന്നു. ഒരു ഇന്നത്തെ വീഡിയോയിൽ പൊതുവെ സ്റ്റുഡൻസ് മോക്ക് ടെസ്റ്റ് എടുക്കാൻ നേരം ചെയ്യുന്ന 5 പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ, സൂയിസൈഡൽ അബദ്ധങ്ങളാണെന്ന് തന്നെ ഞാൻ പറയാം. ആ അബദ്ധങ്ങൾ നമ്മളൊന്ന് ചർച്ച ചെയ്യും. അതിന്റെ സൊല്യൂഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ വളരെ വിശാലമായി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള ഒരു കാര്യം അതാ, മോക്ക് ടെസ്റ്റ് എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഡെയിലി രാവിലെ ഫ്രീ ആയി മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഡെയിലി രാവിലെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കണം. നിങ്ങളുടെ സ്റ്റഡീസിലെ പഠന നിലവാരത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതർ സ്റ്റേറ്റ്സ് PSC എക്സാംസിൽ നിന്നും സിവിൽ സർവീസ് പരീക്ഷയിൽ നിന്നും ഒക്കെ കേരള PSC ചോദ്യങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ പോളിന്റെ രൂപത്തിൽ ഡെയിലി നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നുണ്ട്. അത് കൃത്യമായി വർക്കൗട്ട് ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്ന 5 കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അത് വർക്കൗട്ട് ചെയ്യണം. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഒന്നാമതായി എല്ലാവരും കാണിക്കുന്ന ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ തുടക്കത്തിൽ മാർക്ക് കുറയും. അയ്യോ മാർക്ക് കുറഞ്ഞേ എന്ന് നിലവിളിക്കും. പിന്നീട് പല മിസ്റ്റേക്സ് നമ്മുടെ മിസ്റ്റേക്സ് എക്സ്പോസ്ഡ് ആവുകയാണ് അല്ലെ. നമുക്ക് എന്താ പറ്റുന്ന മിസ്റ്റേക്സ് എന്നുള്ളത് കൃത്യമായി നമ്മുടെ കൺമുമ്പിൽ വന്ന് നിൽക്കുകയാണ് മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ. അപ്പം മിസ്റ്റേക്സിനെ ഭയപ്പെടുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ, മോക്ക് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ട്രെയിനിങ് ഗ്രൗണ്ട് ആണ്, ബാറ്റിൽ ഫീൽഡ് അല്ല. നമ്മൾ യഥാർത്ഥ യുദ്ധം നടക്കുന്നത് എക്സാം ദിവസം എക്സാം ഹോളിൽ ആ യഥാർത്ഥ ചോദ്യപേപ്പർ വെച്ചിട്ടാണ്. അതിന് മുന്നോടിയായി നിങ്ങൾ നടത്തുന്ന ട്രെയിനിങ് മാത്രമാണ് ഓരോ മോക്ക് ടെസ്റ്റുകളും. അതുകൊണ്ട് തന്നെ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഉള്ള സേഫ്റ്റി നമുക്ക് മോക്ക് ടെസ്റ്റുകൾ കാണാം. ഇവിടെ മിസ്റ്റേക്സ് പറ്റിയാലും കുഴപ്പമില്ല, അത് കണ്ടെത്തി റെക്ടിഫൈ ചെയ്താൽ മതി. മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് മാർക്ക് കൂടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. പക്ഷെ പ്രശ്നം ഇത് രണ്ടും കാണുമ്പോൾ, അല്ലെങ്കിൽ മാർക്ക് കുറയുന്നുണ്ട്, ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ചിലപ്പോൾ വളരെ മാർക്ക് കുറവായിരിക്കും. അപ്പോഴേ അവരുടെ കോൺഫിഡൻസ് പകരും. അപ്പൊ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സത്യം തിരിച്ചറിയണം. ഇറ്റ്സ് എ ട്രെയിനിങ് ഗ്രൗണ്ട്, ഒരു പരീക്ഷണശാല അല്ലെങ്കിൽ ഒരു പരിശീലന കേന്ദ്രം മാത്രമാണ് മോക്ക് ടെസ്റ്റ്. അവിടെ നിങ്ങൾക്ക് എന്തിനുള്ള ഫ്രീഡം ഉണ്ട്, എന്ത് എക്സ്പെരിമെന്റ്സ് നടത്താം. ബാറ്റിൽ ഗ്രൗണ്ട് അല്ല. അപ്പൊ കൃത്യമായ മെന്റാലിറ്റി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ യഥാർത്ഥ യുദ്ധഭൂമി ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ പതറില്ല. മാർക്ക് കുറയുമോ എന്നുള്ള പേടി അവിടെ കാണില്ല, മിസ്റ്റേക്സ് പറ്റുമോ എന്നുള്ള പേടി അവിടെ കാണില്ല. ബിക്കോസ് ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞ മിസ്റ്റേക്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും മാർക്ക് കുറയും എന്നുള്ള പേടിയിൽ മോക്ക് ടെസ്റ്റ് എഴുതാതിരിക്കില്ല. മാർക്ക് കുറയും. ആദ്യത്തെ 1-2 മോക്ക് ടെസ്റ്റിലൊക്കെ മാർക്ക് കുറയും, പിന്നെ കൂടി 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 വന്നുകൊണ്ടിരിക്കും. യഥാർത്ഥ എക്സാമിനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതിന്റെ സൊല്യൂഷൻസ് ആണ് ഞാൻ താഴേക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, കൃത്യമായ ഒരു മനോഭാവം, ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തത് തന്നെയാണ് പല വിദ്യാർത്ഥികളുടെയും തോൽവിയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം. മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ഒരു ആൻസർ തെറ്റി, നമ്മൾ നേരത്തെ കാര്യം, ഒരു ആൻസർ തെറ്റിപ്പോയി, പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചാൽ ചിലപ്പോൾ അറിയാവുന്ന ചോദ്യമാണ് നമ്മൾ തെറ്റിക്കുന്നതെങ്കിൽ നമുക്ക് ഇരട്ടി വിഷമമാണ് അല്ലെ. പക്ഷെ ഇവിടെ നിങ്ങൾ കൃത്യമായ ഒരു മനോഭാവം, റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രതിസന്ധി ഓവർകം ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എവരി റോങ് ആൻസർ, നിങ്ങൾ തെറ്റിക്കുന്ന ഓരോ ഉത്തരവും, നിങ്ങൾ തെറ്റിക്കറപ്പിക്കുന്ന ഓരോ ആൻസേഴ്സും അതൊരു തോൽവിയോ പരാജയമോ ഒന്നും അല്ല, അതൊരു പാഠമാണ്. ഇറ്റ്സ് എ ലേണിംഗ്, ഇറ്റ്സ് നോട്ട് എ ഡിഫീറ്റ് ബട്ട് എ ലേണിംഗ്. അത് കൃത്യമായി മനസ്സിലാക്കുക. പഠിക്കാനുള്ള മെന്റാലിറ്റി വേണം. ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് തെറ്റിപ്പോയി, അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കരുതണം. ആ ചോദ്യം വന്ന മേഖലയെ പറ്റി കൂടുതൽ പഠിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ കറക്റ്റ് രീതിയിൽ ട്യൂൺ ചെയ്യാൻ, അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിൽ ഇറങ്ങി പഠിക്കാൻ നമ്മുടെ ഉള്ള ക്യൂരിയോസിറ്റി ജനിപ്പിച്ച്, അയ്യോ അത് എന്ത് പറ്റി എനിക്ക് തെറ്റിപ്പോയത്, അത് ക്യൂരിയോസിറ്റി ജനിപ്പിച്ച് ശരി ഉത്തരത്തിലേക്ക് എത്താനുള്ള കറക്റ്റ് ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. കാര്യം PSC എക്സാംസ് ആയിക്കോട്ടെ, UPSC എക്സാം ആയിക്കോട്ടെ, അവർ നോക്കുന്നത് തോൽവിയിൽ പതറാത്ത ബ്യൂറോക്രാറ്റിനെയാണ്. ഇവിടെ ഒരു ചോദ്യം തെറ്റിയപ്പോൾ നിങ്ങൾക്ക് പതർച്ച വന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥരായ ജനങ്ങളെ സേവിക്കുക? അതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ ചിന്തിക്കുക എന്നുള്ളതാണ്
നിങ്ങളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം. ഒരു ചോദ്യം എനിക്കിപ്പോൾ തെറ്റി, ഡസ് ഇറ്റ് റിയലി മാറ്റേഴ്സ്? ഒരാഴ്ചക്ക് ശേഷം, ഒരു മാസത്തിന് ശേഷം അത് മാറ്റർ ചെയ്യുന്നൊരു കാര്യമാണോ? ഒരിക്കലും അല്ല. കാര്യം നിങ്ങൾ ഇന്ന് തെറ്റിക്കുന്ന ഒരു ചോദ്യം ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കുകയാണ്. പക്ഷെ പഠിക്കാതെ അയ്യോ മാർക്ക് പോയി എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വിഷമിച്ച് ഡെസ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതാണ് എളുപ്പപ്പണി. അതാണ് ഒരു മാർക്ക് പറയുമ്പോൾ വിഷമിച്ച് ഡെസ്പായിരിക്കലാണ് എളുപ്പപ്പണി. പക്ഷെ അത് റെക്ടിഫൈ ചെയ്ത് പ്രോഗ്രസ്സിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കടുപ്പമാണ്. പക്ഷെ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കും. കൃത്യമായ ഒരു മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്താൽ മതി. തെറ്റുന്ന ഓരോ ചോദ്യവും, തെറ്റുന്ന ഓരോ ഐഡിയാസും, നിങ്ങൾ പറയുന്ന ഓരോ മിസ്റ്റേക്സും തോൽവിയായിട്ട് കണക്കാക്കരുത്. ബിക്കോസ് ഇതൊരു ട്രെയിനിങ് ഗ്രൗണ്ട് മാത്രമാണ് മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അത് കൃത്യമായി അറ്റൻഡ് ചെയ്ത് സ്ട്രോങ് ആയി തന്നെ മുന്നോട്ട് പോകണം. അതാണ് എനിക്ക് പറയുന്നൊരു കാര്യം. ഇനി മാർക്ക് കുറയുന്നതിന്റെ റീസൺസ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതാണ് മൂന്നാമത്തെ അബദ്ധം, പിള്ളേരാണെങ്കിൽ മൂന്നാമത്തെ അബദ്ധം. അവര് ആത്മപരിശോധന നടത്തില്ല, അല്ലെ, ഇൻട്രോസ്പെക്ഷൻ നടത്തില്ല. പണ്ടൊരു മഹാനായ ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, എ ലൈഫ് വിത്തൗട്ട് ഇൻട്രോസ്പെക്ഷൻ ഈസ് നോട്ട് വർത്ത് ലിവിങ്. സിവിൽ സർവീസ് മെയിൻസിനൊക്കെ ചോദിച്ച ചോദ്യമാണ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആത്മപരിശോധന നടത്താത്ത ജീവിതം എന്ന് പറയുന്നത് അത് ജീവിക്കാൻ അർഹതയില്ലാത്തൊരു ജീവിതമാണെന്നാണ് മഹാന്മാര് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതാ ഏത് ചിന്തകന്റെ വാക്കാണ് ഇതെന്നുള്ളത് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം കേട്ടോ. യെസ്. കാര്യം, ഒരു ചോദ്യം തെറ്റുമ്പോൾ അത് എന്തുകൊണ്ടാണ് തെറ്റുന്നത് എന്നുള്ള എൻക്വയറി നമ്മൾ നടത്തണം. പ്രധാനമായും തെറ്റുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത് നോളജ്, അതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും, ടെൻഷൻ അടിച്ച് കുളമാക്കി അറിയാവുന്ന ചോദ്യം തെറ്റിച്ചായിരിക്കും. മൂന്നാമത്തതോ അശ്രദ്ധയായിരിക്കും, അശ്രദ്ധ. നാലാമത്തതോ നിങ്ങൾ കൃത്യമായി സ്മാർട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കും. കാര്യം അറിയാത്തൊരു ചോദ്യം വന്നാലും പലപ്പോഴും നമുക്ക് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും, അല്ലേ? അത് യൂസ് ചെയ്യാത്താവാം. ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഹൈബ്രിഡ് ആവും. ഇതിൽ ഒന്നിൽ കൂടുതൽ റീസൺസ് കാണും ഒരു ചോദ്യം തെറ്റുന്നതിന്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ചോദ്യം തെറ്റിയെന്ന് കൃത്യമായി ചെക്ക് ചെയ്യണം. ചുമ്മാ ടെസ്റ്റുകൾ എഴുതി 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 തള്ളിയതുകൊണ്ട് ഒരു കാര്യമില്ല. ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ആ ടെസ്റ്റിന് മാർക്ക് കുറഞ്ഞത്? ചിലപ്പോൾ ആ ടെസ്റ്റ് നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടായിരിക്കും, എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് തെറ്റിയ ചോദ്യം കാണുമേ. ആ ചോദ്യം എടുത്തു വെച്ചത് എന്തുകൊണ്ടാണ് തെറ്റിയെന്ന് പോസ്റ്റ് മോർട്ടം നടത്തി അത് റെക്ടിഫൈ ചെയ്യണം. നോളജ് കുറവാണെങ്കിൽ ആ ഏരിയ പോയിരുന്ന് വായിക്കണം. അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റിന്റെയോ സ്ട്രെസ്സിന്റെയോ ടെൻഷന്റെ ഇഷ്യൂ ആയിരുന്നെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യണം. അശ്രദ്ധയാണെങ്കിൽ അത് നമ്മൾ മാറ്റണം. എലിമിനേഷൻ ഉപയോഗിക്കാത്തതാണെങ്കിൽ അത് നമ്മൾ മാറ്റണം. കൃത്യമായി ആത്മപരിശോധന നടത്താം. ഓരോ ടെസ്റ്റിലും ചവറുപോലെ അറ്റൻഡ് ചെയ്ത ഒരു കാര്യമില്ല. ഓരോ ടെസ്റ്റ് കഴിയുമ്പോൾ ആത്മപരിശോധന നടത്താം. അതുകൊണ്ട് ഞങ്ങൾ ടെസ്റ്റിന് ഡിസ്കഷൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കും. അപ്പൊ അവർക്ക് എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതെന്നുള്ള ഐഡിയ അവർക്ക് കൃത്യമായും കിട്ടും. അപ്പോൾ ഇത് നമുക്ക് തന്നെത്താനെ ചെയ്യാവുന്ന പണിയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇഷ്ടംപോലെ മാതൃകാ ചോദ്യ പേപ്പറുകൾ PSC വെബ്സൈറ്റിൽ തന്നെ നടപ്പുണ്ട്. UPSC വെബ്സൈറ്റ്സിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നടപ്പുണ്ട്. അതൊക്കെ എടുത്ത് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുക. പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥത വേണം. ഇനി നാലാമതായി സ്റ്റുഡൻസ് കാണിക്കുന്ന ഒരു മിസ്റ്റേക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചടക്കമില്ലായ്മ തന്നെയാണ്. നമുക്കൊരു അച്ചടക്കം എന്നൊക്കെ പറയുന്ന ഒരു ക്ലീശയ വാക്കുപോലെ തോന്നും, ഡിസിപ്ലിൻ. ബട്ട് ക്ലീശയാണെങ്കിലും നമ്മുടെ സക്സസിന്റെ ഒരു അടിത്തറ എന്ന ഡിസിപ്ലിൻ തന്നെയാണ്. ഡിസിപ്ലിൻഡ് ആയിരിക്കണം. നമ്മൾ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് എടുക്കും, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി അത് ചെയ്യണം. ബാക്ക്ലോഗ് വരാത്ത രീതിയിൽ ചെയ്യണം. ഇതിന് ഒരുപക്ഷെ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് പല കാരണങ്ങൾ കാണും. പഠിച്ചു തീർന്നിട്ടില്ല, അല്ലെങ്കിൽ സമയമില്ല, അല്ലെങ്കിൽ ടെൻഷൻ ആവുന്നു, അല്ലെങ്കിൽ ചെയ്യാനൊരു മൂഡില്ല. പല പല കാരണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു കാര്യം ചെയ്യാതിരിക്കാനായി ഇഷ്ടംപോലെ കാരണങ്ങൾ നമ്മുടെ മുന്നിൽ അനാവൃതമാകും. പക്ഷേ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസിപ്ലിൻ വേണം. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഭവം ഷോർട്ട് ലിവ്ഡ് ആണ്. മോട്ടിവേഷനെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഡിസിപ്ലിൻ ഉണ്ടായേ പറ്റുള്ളൂ. ഡിസിപ്ലിൻ ആണ് ഏറ്റവും പ്രധാനമായ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ഒരു ഘടകം. ഒരു ശരാശരി വിദ്യാർത്ഥി ആണെങ്കിൽ പോലും ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നല്ല ഐക്യമുള്ള ഒരു വിദ്യാർത്ഥിയേക്കാൾ പെട്ടെന്ന് ജോലിയിലേക്ക് എത്താൻ പറ്റും. ഞാൻ പല സ്റ്റുഡൻസിലും കണ്ടിട്ടുള്ള ഒരു ഹൈലൈറ്റ് അത് തന്നെയാണ്, ഡിസിപ്ലിൻ. അപ്പൊ കൃത്യമായി ഒരു റിയൽ എക്സാം സിനാരിയോ സിമുലേറ്റ് ചെയ്യുന്നതിന്റെ വീട്ടിൽ ഒരു സ്ഥലത്ത് കുത്തിയിരുന്ന് ടൈമർ വെച്ച് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ 2 മണിക്കൂറൊക്കെ അല്ലെ ഒരു മോക്ക് ടെസ്റ്റ് വരുള്ളൂ. ആഴ്ചയിൽ ഒരിക്കൽ അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, നിങ്ങളുടെ ഒരു വോയിസ് ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ശത്രു. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങൾ തന്നെയെന്ന് പറഞ്ഞതുകൊണ്ടാണ്. നിന്നെ കൊണ്ട് പറ്റില്ലടാ, നിന്നെ കൊണ്ട് പറ്റില്ലടി, ഇതൊന്നും എഴുതാൻ ഒക്കത്തില്ലടാ, അങ്ങനെ പറയുന്ന ആ ഒരു ഇന്നർ വോയിസിനെ നിങ്ങൾ സപ്രസ് ചെയ്യണം. പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യണം. അതിനുള്ള ഒരേ ഒരു മാർഗം അച്ചടക്കമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ വെറും ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന വ്യക്തികളെല്ലാവരും നമ്മൾ സ്വപ്നം കണ്ട് ജീവിതത്തിലേക്കുള്ളൊരു യാത്ര മാത്രമാണ്. എക്സാം ഒരു സിമ്പിൾ മാത്രമാണ്.
അതിനപ്പുറത്താണ് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് വേണം. പെൺകുട്ടികളത് പ്രത്യേകിച്ചും. ഇപ്പൊ പണ്ടൊക്കെയാണ് കെട്ടിച്ചു വിടാന്നുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ ഇനിയുള്ള കാലം മാറി. സ്വന്തമായിട്ടൊരു ജോലി അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇതില്ലെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് നമുക്ക് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, ഇനി എനിക്ക് അവസാനമായി നിങ്ങളുടെ അടുത്ത് പറയേണ്ടത് സ്മാർട്ട് വർക്കിന്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. പലപ്പോഴും UPSC സ്റ്റുഡൻസിന് അറിയാം ഇതിന്റെ ഇമ്പോർട്ടൻസ്. പക്ഷെ ഇപ്പോഴും PSCയിലെ വലിയൊരു ക്രൗഡും സ്മാർട്ട് വർക്കിന്റെ ഇമ്പോർട്ടൻസ് തിരിച്ചറിയുന്നില്ല. അറിയാത്തൊരു ചോദ്യം വന്നാൽ പോലും സ്മാർട്ട് വർക്ക് ഉപയോഗിച്ച് നമ്മൾ കറക്കിക്കുത്തുന്ന നാട്ടുഭാഷയിൽ പറയുന്ന കറക്കിക്കുത്തൊക്കെ ഉപയോഗിച്ച് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഒരു ചോദ്യം ഞാൻ നിങ്ങളെ സാമ്പിൾ ഒന്ന് കാണിക്കട്ടെ, അതിന് ഉത്തരം നിങ്ങൾ തന്നെ ഒന്ന് പറയണം. ഇതാണ് ആ ഒരു ചോദ്യം. അടുത്ത വളരെ റീസെന്റ് ആയിട്ടുള്ള PSC പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. ഇതൊന്ന് വായിച്ചു നോക്കിയേ. വളരെ പ്രസിദ്ധനായ അല്ല ഒരു ഏതൊരു ഇംഗ്ലീഷുകാരൻ പറഞ്ഞ വാചകമാണ്. അതല്ല, ഗംഗാതീരത്ത് നിന്നും എല്ലാ നല്ല വസ്തുക്കളും വലിച്ചെടുത്ത് തെംസ് നദിക്കരയിൽ പിഴിഞ്ഞു കളയുന്ന ഒരു സ്പോഞ്ച് പോലെയാണ് നമ്മുടെ വ്യവസ്ഥ പ്രവർത്തിക്കുന്നത്, അല്ലെ? യെസ്, ഇംഗ്ലീഷ് men flourish like a sponge, drawing up riches from the banks of Ganges and squeezing it at the bank of Thames. യൂറോപ്പിലെ നദിയാണ്, അല്ലെ? ഇത് ഈ കൂട്ടത്തിൽ ആര് നടത്തിയ അഭിപ്രായമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു കാര്യം മനസ്സിലായി, ബ്രിട്ടീഷുകാരെ കളിയാക്കുന്ന വിമർശിക്കുന്ന ഒരു വാചകമാണ് എന്ന കാര്യം അറിയാം. ഈ കൂട്ടത്തിൽ 3 പേര് ബ്രിട്ടീഷ് ഗവർണർ ജനറലോ അല്ലെങ്കിൽ വൈസ്രോയോ ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുള്ള ആൾക്കാരാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്ന് ഇന്ത്യ കുറ്റം പറയൂ? അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ അത്രയും വലിയ ഭരണാധികാരികൾ വന്നിട്ട് ബ്രിട്ടീഷുകാരെ കുറ്റം പറയൂ എന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അതിന് ഉത്തരം എന്ത് വരും? കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. ഇതാണ് ഞാൻ പറയുന്നത്, സ്മാർട്ട് വർക്കിന്റെ ഇമ്പോർട്ടൻസ് എക്സ്ട്രീംലി ഹൈ ആണ്. ഇതിനൊക്കെ നിങ്ങൾക്കുള്ള ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിൽ വളരെ അഫോർഡബിൾ ആയ ഒരു ഫീസിലാണ് ഞങ്ങളുടെ ഡിഗ്രി ലെവൽ ടെസ്റ്റ് സീരീസ് KASന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്, ഡിഗ്രി ലെവലിന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്, കോംബോ ബാച്ചസ് അവൈലബിൾ ആണ്. ഈ ടെസ്റ്റ് സീരീസ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കമ്പോണന്റുകളും, സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസ്സുകൾ, ടൈം മാനേജ്മെന്റ് ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് കിട്ടും. വളരെ വിശാലമായ ഉത്തരസൂചികളുടെ PDF കാണും. നിങ്ങൾക്കൊരു ഫൈനൽ റൗണ്ട് റിവിഷൻ നടത്താനായി അത് മാത്രം യൂസ് ചെയ്താൽ മതി. അത്ര റിസർച്ച് ബേസ്ഡ് ആയിട്ടാണ് ടെസ്റ്റ് സീരീസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ എലിമിനേഷൻ ടെക്നിക്സിന്റെ ട്രെയിനിങ്ങും ഇതിന്റെ എസെൻഷ്യൽ കമ്പോണന്റ് തന്നെയാണ്. അപ്പൊ ഞാൻ നേരത്തെ 5 കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഇനിയുള്ള കുറച്ച് നാള് ഞങ്ങളുടെ കഷ്ടപ്പെടാൻ അല്ലെങ്കിൽ കൃത്യമായി ഡിസിപ്ലിനോട് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസിലേക്ക് വരാം. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. അതിനോടൊപ്പം തൊട്ട് മുമ്പ് കണ്ട ഈ ചോദ്യത്തിന്റെ ഉത്തരവും നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.